ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ദുബായിൽ പോയപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രോളി തന്നെ അവിടുന്ന് പുതിയത് വാങ്ങിച്ചതാട്ടോ. കാരണം നമ്മൾ ആകെ 2 ട്രോളി കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഐറ്റംസൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇടാൻ സാധിക്കാത്തതാണ് നമ്മളൊരു പുതിയ ട്രോളി തന്നെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് നോക്കാം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കൊച്ചിന് വേണ്ടി പുതിയ ബാഗ് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ബാഗിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു പുതിയ ബാഗ് അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു വാച്ച് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഈ വാച്ചുകൾക്കൊക്കെ ഒരു ഓഫറുള്ള ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിച്ച വാച്ചാണിത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു മാജിക് മാഗ്നറ്റിക് ബ്ലോക്സാണ്. ഇത് ആക്ച്വലി ഇത് വാങ്ങിച്ചത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ. നമ്മളെല്ലാം വാങ്ങിച്ചത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തൊരു ടോയാണിത്. പിന്നെ അതുപോലെ തന്നെ അവന് വാങ്ങിച്ച വേറൊരു ടോയ് സെറ്റാണ് ഒരു ഡോക്ടർ മെഡിക്കൽ പ്ലേ സെറ്റ്. പിന്നെ വാങ്ങിച്ചത് ഇതുപോലെ ദുബായിൽ നിന്ന് എഴുതിയൊരു കപ്പാണ്. അപ്പോൾ എവിടെ പോയാലും സുവനീർ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മളൊരു സുവനീറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അവനൊരു ഒരു ജോഡി ഷൂസും വാങ്ങിച്ചു. പിന്നെ ഞാനൊരു ഹാറ്റ് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചത് ആക്ച്വലി ഡെസേർട്ട് സഫാരി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് പോകാനായിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഡേറ്റ്സ് വാങ്ങിച്ചത്. നമ്മളിപ്പോൾ UK കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിഷ്ടം ഗൾഫിലെ ഡേറ്റ്സിനെ കൊണ്ടാണ് ഈ ഒരു ഡേറ്റ്സ് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് ഈ പിസ്തയൊക്കെ നമുക്ക് ഇതുണ്ട് കേട്ടോ. പിസ്ത നമുക്ക് UK ഉണ്ട്, നല്ലതുണ്ട്. പക്ഷേ ചേട്ടൻ കണ്ടപ്പോൾ വാങ്ങണം തോന്നി, അങ്ങനെയാണ് നമ്മൾ പിസ്റ്റാഷ്യോ വാങ്ങിക്കുന്നത്, അവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹം നല്ലൊരു ഗോൾഡ് ചെയിൻ വാങ്ങണം എന്നുള്ളത്. എൻ്റെ ഒരു ഓടി ഉള്ളത് കുറച്ച് വലുതാണ്. അപ്പോൾ എനിക്ക് ചെറിയ കുറച്ച് വർക്കൊക്കെ നല്ലൊരു ഗോൾഡ് ചെയിൻ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എന്തായാലും ദുബായി പോകുമ്പോൾ എന്നാൽ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഗൾഫിലൊക്കെ എപ്പോഴും ഗോൾഡ് നല്ല പ്യുവർ ഗോൾഡും കിട്ടും, റേറ്റും കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഗോൾഡ് വാങ്ങിച്ചത്. ഈ ഒരു ഗോൾഡ് ചെയിനാണ് ഞാൻ വാങ്ങിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു അയൺ ബോക്സ് വാങ്ങിച്ചിട്ടോ. ഇതാണ് അയൺ ബോക്സ്. നമുക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കാം. ചേട്ടൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ഷർട്ടാണിത്. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് കൂടെ എടുത്തായിരുന്നു. ഇതെല്ലാം വേറെ ഡ്രസ്സുകളുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തത് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇതാണ്. അപ്പോൾ എനിക്ക് ഈ കളറൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായി എടുത്ത്. ഈ ഒരു കളർ എനിക്കില്ല, അതുകൊണ്ട് ഈ കളർ എൻ്റെ ഇഷ്ടപ്പെട്ട എടുത്താണിത്. ദുബായി ചെന്നപ്പോൾ UK കമ്പയർ ചെയ്യുമ്പോൾ ഡ്രസ്സുകൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡ്രസ്സുകളാട്ടോ ഇതൊക്കെ. ഇതിൻ്റെ പ്രിൻറ്റും ഇതിലെ വർക്കും ഡിസൈനൊക്കെ കണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് ഇതാണ്, ഒരു ഷർട്ടും പിന്നെ അതിൻ്റെ ഒരു പാൻറ്റും ജോഡി. അതിൻ്റെ ഇത് വരുന്നത് ജോഡി വരുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം, അങ്ങനെ വാങ്ങിച്ചാണിത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഷർട്ടാണ്. അപ്പോൾ അതിന് വന്നിട്ട് പാൻറ്റും ഉണ്ട്. പാൻറ്റ് വേണമെങ്കിൽ പാൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും, അതല്ല ഇനി ഷോർട്ട്സും ഉണ്ട്. നമുക്ക് പാൻറ്റ് വേണമെങ്കിൽ പാൻറ്റ് യൂസ് ചെയ്യാം, അതല്ല ഷോർട്ട്സ് വേണമെങ്കിൽ ഷോർട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ഷർട്ടാണിത്. അപ്പോൾ ഇത് നല്ല തുണിയാണ് കേട്ടോ, പിടിക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിളാണ്, ഇടാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നല്ലൊരു സിൽക്കി മോഡലിരിക്കുന്ന ഒരു ടോപ്പാണിത്. അപ്പോൾ അതിൻ്റെ ജോഡി വേണ്ട ഒരു പാൻറ്റാണിത്. പിന്നെ ഒരെണ്ണം ഇതാണ് ഷർട്ട്, ഇതാണ്. അപ്പോൾ അതിൻ്റെ ജോഡി വരുന്നത് ഇതാണ്, ഈ ഒരു പാൻറ്റാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു ഷർട്ടാണ്. ബട്ടർഫ്ലൈ പ്രിൻ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, അങ്ങനെ എടുത്താണിത്. അപ്പോൾ അതിൻ്റെ പാൻറ്റായിട്ട് വരുന്നത്
ആണ് കോമ്പിനേഷൻ തന്നെ ഇതാണ്. പിന്നെ ലാസ്റ്റ് ഇതാണ്. ഇതിന് പിന്നെ ഇതില്ല കേട്ടോ, ജോഡിയില്ല. ഇത് ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ഇട്ടതാണ്. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ഫോട്ടോ പ്രിൻ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും അവിടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട. പക്ഷേ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ ക്യാഷ് വേണ്ടി വരും. അപ്പോൾ ഞാൻ ഡെസേർട്ട് സഫാരിക്ക് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ പ്രിൻ്റാണിത്. ഇത് ക്യാമൽ സഫാരി ഇതിപ്പോൾ എടുത്താട്ടോ. അപ്പോൾ ഇത് ദുബായ് ഫ്രെയിമിൽ പോയപ്പോൾ നമ്മുടെ അടുത്തൊരു ഫോട്ടോ ഫ്രെയിമാണിത്. അപ്പോൾ ഇവരും ചോപ്പർ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ചോപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ജാറും പിന്നെ മോട്ടറുമാണ്. ഇതിൻ്റെ മോട്ടറാണ് പ്രസ്റ്റീജിൻ്റെ ആണ് വാങ്ങിച്ചത്. ഇതിൻ്റെ മോട്ടർ, പിന്നെ അതിൻ്റെ ബ്ലേഡ്സ് ഉള്ളിൽ തന്നെയുണ്ട്. ആണ് അതിൻ്റെ 2 ബ്ലേഡ്സ്. പിന്നെ വരുന്ന ക്രിപ്റ്റോൻ്റെ ഒരു ട്രിമ്മറാണ്. നമ്മൾ കവർ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സിൽ വരുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. 6-in-1 റീചാർജബിൾ കിറ്റാണിത്. അപ്പോൾ ഈ ഒരു ട്രിമ്മറാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ഐറ്റംസും ഇതാണ് ബാക്കി വരുന്ന ഐറ്റംസ്. അതുപോലെ അതിൻ്റെ താഴെ ഒരു സെറ്റുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് പെർഫ്യൂം സെറ്റാണ്. ഇപ്പോൾ ചേട്ടൻ വാങ്ങിച്ചാണ് ഇതൊക്കെ. ക്രിയേറ്റ് സെൻറ്റ് ആൻഡ് കോഡ് സ്പാർക്ക്. ഇതുപോലെ തന്നെ ഇതൊന്ന് ഒരു 3 വാങ്ങിച്ചായിരുന്നു. അതുപോലെ തന്നെ അഡിക്റ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലേവർ, ഇതിൻ്റെ ഒരു 4 വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ ഒരു പെർഫ്യൂം എനിക്കൊന്ന് വാങ്ങിച്ചാണ്. ലഷിൻ്റെ ഒരു പെർഫ്യൂം എനിക്കൊന്ന് വാങ്ങിച്ചാണ്. അതുപോലെ ചേട്ടൻ വാങ്ങിച്ചതാണ് ഇത് രണ്ടും. ലഷിൻ്റെ വേറെ ഉണ്ടെണ്ണം. പിന്നെ ഇത് ചേട്ടൻ വണ്ടിയിൽ വെക്കാണ്ട് വാങ്ങിച്ചോട്ടോ. വണ്ടിയിൽ ഹാങ് ചെയ്യാണ്ട് വാങ്ങിച്ചാണ് ഒരു സെറ്റ്. ഇങ്ങനത്തെ കുറേ സെറ്റുകൾ വാങ്ങിച്ചായിരുന്നു വണ്ടിയിൽ ഹാങ് ചെയ്യാനായിട്ട്. അങ്ങനെയുണ്ട്. കുറച്ച് പെൻ വാങ്ങിച്ചിട്ടാണ്. നേഴ്സായതുകൊണ്ട് നേഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പെന്നാണല്ലോ. പിന്നെ ഇതുപോലെ കുറച്ച് സെറ്റ് പെൻസ് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ ഒരു പൈസ ഞാൻ ചുമ്മാ ഇഷ്ടം തോന്നിട്ട് വാങ്ങിച്ചാട്ടോ. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇടാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ചുമ്മാ വെള്ളം പോകുമ്പോൾ എന്തായാലും 2-3 ഐറ്റംസൊക്കെ ഇടാം. നമ്മുടെ ബ്യൂട്ടി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇടാം. പക്ഷെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിച്ചാണിത്. അതുപോലെ തന്നെ ഞാനൊരു പീലർ വാങ്ങിച്ചത്. ഒരു പീലർ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും വെറുതെ ഒരു പീലറും കൂടെ വാങ്ങിച്ചു. ഇതും ചേട്ടൻ വണ്ടിയിൽ വയ്ക്കാണ്ട് വാങ്ങിച്ചാണ്. മിസ്റ്റാണിത്. വണ്ടിയിൽ നല്ല സ്മെല്ല് വരാനായിട്ടുള്ള ഫ്രാഗ്രൻസ് വേണ്ടിയിട്ടുള്ള മിസ്റ്റാണിത്. പിന്നെ ഇവിടെ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് ഇടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു നല്ലൊരു നൈഫ് വാങ്ങിച്ചു. അതുപോലെ തന്നെ അത് നൈഫിന് നല്ല മൂർച്ച കൂട്ടാനായിട്ടുള്ള ഒരു സ്റ്റോൺ ഞാൻ വാങ്ങിച്ചു. ഫസ്റ്റ് വാങ്ങിച്ചത് ചേട്ടൻ്റെ ക്രിക്കറ്റ് ബാറ്റിലിടാനായിട്ട്. ക്രിക്കറ്റ് ബാറ്റിൽ വേണ്ടി വാങ്ങിച്ചാണിത്. 3 ഡിഫറെൻറ്റ് കളേഴ്സുണ്ട്. പിന്നെ വാങ്ങിച്ചതൊരു ബോഡി ബട്ടറാണ്. അതുപോലെ തന്നെ ഒരു കീച്ചൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണിത്. ഇത് ഞങ്ങൾ കൊച്ചിന് വേണ്ടിയിട്ട് അബുദാബി പോയപ്പോൾ വാങ്ങിച്ചാണിത്. അപ്പോൾ ഇവനാണെങ്കിൽ കാർട്ടൂൺ കാണാനായിട്ട് വല്ലപ്പോഴും യൂസ് ചെയ്യാണ്ട് വാങ്ങിച്ചൊരു ചെറിയൊരു ടാബ് മോഡലാണിത്. ഇത് ഷാർജയിൽ പോയപ്പോൾ കണ്ടപ്പോൾ ചുമ്മാ വാങ്ങിച്ചാണ് ഒരു കാഷ്യൂനട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് അറബിക് സ്വീറ്റ്സ് വാങ്ങിച്ചു. പിന്നെ മാമാഅർത്തിൻ്റെ ഒരു ടീ ട്രീ ഫേസ് വാഷ്. പിമ്പിൾസ് കളർ നല്ലതാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് വാങ്ങിച്ചത്. പിന്നെ ഒരു കീ ചെയിൻ വാങ്ങിച്ചു. ഈ ഒരു കീ ചെയിനും പിന്നെ ഇത് കൊച്ചിന് കൊടുക്കാൻ വാങ്ങിച്ചു കേട്ടോ. ഡൈനോസറിൻ്റെ ഇത് അവൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് അവനുള്ളതാണ്. ഇവിടെ ഒരു ഫേസ് ആൻഡ് ബോഡിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ക്രീമാണ്. പിന്നെ വാങ്ങിച്ചത് ഹിമാലയയുടെ ഒരു സ്ക്രബ്ബറാണിത്. ഫേസ് വാഷാണ്. ഏപ്രിക്കോട്ട് ഫേസ് വാഷാണ്. അതിൽ സ്ക്രബും ഉണ്ട്. സ്ക്രബും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഏപ്രിക്കോട്ട് ഫേസ് വാഷാണിത്. പിന്നെ വീട്ടിലായിട്ട് കുറച്ച് ചപ്പൽസ് വാങ്ങിച്ചു കേട്ടോ. ഇത് ഒരു ജോഡി. പിന്നെ ഇത് വേറെ ജോഡി, രണ്ടാമത്തെ ജോഡി. പിന്നെ ഇത് മൂന്നാമത്തെ ജോഡി. അപ്പോൾ ഈ ഒരു 3
ചപ്പലാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ 2 ബാഗുകൾ വാങ്ങിച്ചു. ഇതാണൊരു ബാഗ്. ഇത് ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ച ബാഗ് കേട്ടോ. കാരണം എൻ്റെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന ബാഗ് സ്ഥിരം യൂസ് ചെയ്ത് പോവറായി. പിന്നെ പുറത്ത് കിടന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വാങ്ങിച്ച ബാഗാണിത്. ഈ 2 ബാഗാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ബാത്ത് ആൻഡ് ബോഡിയുടെ 2 ലോഷൻസ് വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് ഒരു ലോഷൻ, അതുപോലെ തന്നെ ഇത് വേറൊരെണ്ണം. അപ്പോൾ ഞാനിത് സിസ്റ്ററിനോടെ വീട്ടിൽ പോയ സമയത്ത് ഇതാണ് സിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ലാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നെക്സ്റ്റ് വാങ്ങിയത് ഈ ഒരു ക്ലിക്കോണിൻ്റെ ഒരു ഹെയർ ഡ്രൈ ആണ്. അപ്പോൾ ഇതൊരു 2000 watts ആണ്. അപ്പോൾ ഇത് ബ്ലോ ഡ്രൈയും ചെയ്യാനായിട്ട് പറ്റും. ഇതുകൊണ്ട് നമുക്ക് ഇതാണ് ഒരു ഹെയർ ഡ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളെ കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാം. അപ്പോൾ ഈ ഒരു ബനിയനും അതുപോലെ പാൻറ്റും, ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒക്കെ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചാട്ടോ ഇത്. ഈ ഒരു ബനിയനും അതുപോലെ അതിൻ്റെ ഒരു പാൻറ്റും. നമുക്ക് സെപ്പറേറ്റ് ഷോൾ ആവശ്യമില്ല. ഈ ഒരു ഡ്രസ്സ് കയറാൻ വേണ്ടി മാത്രം അടിക്കാൻ വാങ്ങിച്ചൊരു ഡ്രസ്സാണിത്. ചേട്ടനെടുത്തൊരു ഷർട്ടാണിത്. പിന്നെ കൊച്ചിന് വേണ്ടി ഞങ്ങൾ ഓണത്തിന് വേണ്ടി എടുത്തൊരു ഷർട്ടും, ഇത് ഓണത്തിന് വേണ്ടി എടുത്തൊരു ഷർട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു മുണ്ടൊരു കോംബോ, ഷർട്ട് ആൻഡ് മുണ്ട് കോംബോ കൊച്ചിന് വേണ്ടി എടുത്താണ് ഓണം വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഇത് അതിന് വേണ്ടി എടുത്താൽ കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അവനാണ് വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ. കൊച്ചി വെള്ളത്തിൽ ഇറങ്ങി അപ്പോൾ യൂസ് ചെയ്തൊരു, ഇത് ചേട്ടൻ്റെ സിസ്റ്റർ വാങ്ങിച്ചു കൊടുത്താണ്, സിസ്റ്ററും ഹസ്ബൻഡും വാങ്ങിച്ചു കൊടുത്താണ് ഈ ഒരു ബനിയനും നിക്കറും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. ഇത് ഡെസേർട്ട് സഫാരി പോയപ്പോൾ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതാണെങ്കിൽ ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തലയിൽ കെട്ടിത്തരും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇത് വെച്ച് നമ്മളവിടെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് ക്യാഷ് ഉണ്ടായാലും, പക്ഷേ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് ഇതിനായതുകൊണ്ട് 30 ദിർഹമാണ് കൊടുത്തത്. ഒരു ലോ വേസ്റ്റ് ജീൻസ് ഇടാനായിട്ട് എടുത്ത ടോപ്പാണിത്. അത് തന്നെ ഇടാനായിട്ട് ജീൻസ്, ഇത് ജീൻസാണ് എടുത്തത്. ഈ ലോ വേസ്റ്റ് ജീൻസ് ഇട്ട് എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഓണത്തിനിടാനായിട്ട് വാങ്ങിച്ചൊരു ടോപ്പാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഹാൻഡിലുള്ള ഈ വർക്കും അതുപോലെ അതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ബട്ടൺസൊക്കെ വെച്ചേക്കുന്നതും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ എടുത്താണിത്. ഇത് എൻ്റെ സിസ്റ്ററിലോ എനിക്ക് സെലക്ട് ചെയ്തതാണ്. ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ വാങ്ങിച്ചാണിത്. പിന്നെ ഞാനിതും ഒരു സുവനീറായിട്ട് വയ്ക്കാണ്ട് വാങ്ങിച്ചാട്ടോ. എനിക്കിങ്ങനെ സുവനീർസ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങിച്ചാൽ. ഈ ഒരു ബാഗ് ഇത് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, പക്ഷേ കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചാണ്. ഈ ഒരു കവറിന് ഇഷ്ടം പോലെ കവറുകൾ ഉണ്ടാക്കി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കവറുകൾ മാറിയിടും. അപ്പോൾ ഈ ഒരു ക്ലിയർ കവർ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചെന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചൊരു സ്കെച്ചേഴ്സിൻ്റെ ഷൂസാണിത്. ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു, കാരണം അവിടെ നല്ല റേറ്റ് കുറവുള്ളതാണ്. അത് നല്ല ബ്ലാങ്കറ്റ് കിട്ടും, അതുകൊണ്ട് നല്ലൊരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചത് ഗസ്സിൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു കൂളിംഗ് ഗ്ലാസ്സാണ് വാങ്ങിച്ചത് ഗസ്സിൻ്റെ. ഒരു ക്യാറ്റ് ഐ കൂളിംഗ് ഗ്ലാസ്സുണ്ട്, ക്യാറ്റ് ഐയുടെ ഷേപ്പിൽ കൂളിംഗ് ഗ്ലാസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ കളറും പിന്നെ കൂളിംഗ് ഗ്ലാസിൻ്റെ ഷേപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചാണ് ഇത്. പിന്നെ സെല്ലായേഴ്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിച്ചു. ഫസ്റ്റ് ഒരു മിസ്റ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡിഫ്യൂസർ, ഒരു കാറിലും യൂസ് ചെയ്യാം റൂമിലും യൂസ് ചെയ്യാം, ഒരു അരോമ ഡിഫ്യൂസറാണിത്. ഞാൻ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ നോർത്തായിരുന്നു, ഷുട്ടിലൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ആകെ വാങ്ങിച്ചത് ഒരു മാക്സ് ഫാക്ടറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ മാക്സ് ഫാക്ടറിൻ്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ, അതുപോലെ ഒരു പൗഡർ പഫ്. ഇത് മൂന്നേ വാങ്ങിച്ചുള്ളൂ ആകെ. നമ്മൾ പെർഫ്യൂം വാങ്ങിച്ചതിനോടൊപ്പം തന്നെ കുറച്ച് അത്തറുകൾ വാങ്ങിച്ചായിരുന്നു. കാരണം ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിട്ട് വരുന്ന അത്തറുകളും ഡേറ്റ്സ് അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് അത്തറ് വാങ്ങിച്ചായിരുന്നു. ചേട്ടൻ വാങ്ങിച്ച വേറൊരു ഷർട്ടാണിത്. പിന്നെ ചേട്ടൻ വാങ്ങിച്ചത് പാൻറ്റ്, ഇതൊരു ഹിമാലയയുടെ ഒരു സോപ്പിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ കൊച്ചിന് വാങ്ങിച്ച ബേബി സോപ്പാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ വൈറലായ ദുബായ് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, കുനാഫയും പിസ്റ്റാഷ്യോ, അതിൻ്റെ ചെറിയൊരു ചോക്ലേറ്റ് ബാർസാണിത്. പക്ഷേ തന്നെ ഒരു ബെൽജിയം പിസ്റ്റാഷ്യോ തന്നെയാണ്. പിന്നെ നമ്മളിതൊക്കെ നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ചേട്ടൻ ഫ്രണ്ട്സിന് കൊടുക്കാൻ വാങ്ങിയിരുന്നു. അപ്പോൾ ഓൾറെഡി കുറച്ചൊരു ഫ്രണ്ടിന് കൊടുത്ത് ബാക്കി കുറച്ച് വേറെ ഫ്രണ്ടിന് കൊടുക്കാണ്ട് വെച്ചതാണ്. ഇത് നമ്മൾ
അവിടെ കിട്ടുന്ന കുറച്ച് മിഠായി അവിടെ വെറൈറ്റീസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചാണിത്. പിന്നെ ഇതും ഫ്രണ്ട്സിനോട് കമൻറ്റായിട്ട് പിസ്റ്റാഷ്യോ. അപ്പോൾ ഇതും ഹാഫ് ഒരു ഫ്രണ്ടിന് കൊടുത്ത് ബാക്കി ഹാഫ് ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ പിസ്റ്റാഷ്യോ കുനാഫോ ചോക്ലേറ്റ് ചെറുത് ദുബായ് ചോക്ലേറ്റ് തന്നെ തോന്നുന്നു ചെറിയ മുകളിൽ ചേട്ടൻ വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ വൈറലായ പിസ്റ്റാഷ്യോ കുനാഫോ ചോക്ലേറ്റ് ബാർ. ഇതിനകത്ത് ഇറങ്ങിയ സമയത്ത് ഇത് എനിക്ക് ദുബായിൽ പോയി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ശരിക്കും ദുബായിൽ പോയി തന്നെ വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ വാങ്ങിച്ചാണ് ഇത്. പിന്നെ ഈ 2 ചോക്ലേറ്റ്സ് എൻ്റെ വാർഡിൽ എൻ്റെ കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചോട്ടോ, കുനാഫ ആൻഡ് പിസ്റ്റാഷ്യോ. പിന്നെ ഞാൻ ആദ്യം ഒരു ഡേറ്റ്സ് കാണിച്ചായിരുന്നു. അപ്പോൾ വേറൊരു ഡേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ്സും ഈ ഡേറ്റ്സ് രണ്ട് ടൈപ്പായിട്ട്, ഇത് വേറെ ടൈപ്പാണ്. ആദ്യം കാണിച്ച് വേറെ ടൈപ്പ് ഡേറ്റ്സാണ്. ഒരു കാഷ്യൂ ബർമ. ഇത് ചേട്ടൻ കണ്ടപ്പോൾ ചേട്ടൻ വേണമെന്ന് വാങ്ങിച്ചാണിത്. വാങ്ങിച്ചതായിട്ടാണ് ഒരു ഹാൻഡ് കെയർ ആണിത്, ഹാൻഡ് ക്രീം ഷീ ബട്ടറിൻ്റെ സ്ട്രോബെറി പൗണ്ട് കേക്ക്. ഒരു ബാത്ത് ആൻഡ് ബോഡി തന്നെ അടുത്തൊരു ഹാൻഡ് ക്രീമാണിത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൽ പോയപ്പോഴത്തെ ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം കുറച്ച് എമൗണ്ട് ആയിട്ടോ. ഇപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് ആവും. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. സാധനം മിക്കവരും വാങ്ങാമല്ലോ, കാരണം നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാവുന്നുള്ളൂ, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാവുന്നേ. പക്ഷേ ഇതുപോലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാനത് വാങ്ങിച്ചു കേട്ടോ. പിന്നെയുള്ള 2 സുവനീറുകളാണ്. പിന്നെ ദുബായിൽ നിന്ന് വാങ്ങിച്ചാണ് ചെറിയൊരു കപ്പ്, ദുബായിൽ നിന്ന് വാങ്ങിച്ചാണ്. അതുപോലെ ഇത് പാം ജുമേറ പോയി വാങ്ങിച്ചത്. അപ്പോൾ ഇത് രണ്ടും നമ്മളിങ്ങനെ സുവനീറായിട്ട് നമ്മുടെ ഷെൽഫിലെല്ലാം വെക്കാണ്ട് വാങ്ങിച്ചാണ്. ഇതും നമുക്ക് സുവനീറായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇത് ഷാർജ അക്വറത്തിൽ പോയപ്പോൾ ഇട്ടതായിട്ട് നമ്മളിങ്ങനെ കോയിനിട്ട് 10 ദിർഹത്തിൻ്റെ കോയിൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരെണ്ണം. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ സുവനീറായിട്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണിത്. പിന്നെ ലാസ്റ്റായിട്ട് കാണിക്കാനുള്ളത് ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇത് മൊത്തം ഞാൻ വാങ്ങിച്ചു കൂട്ടിയ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. നമുക്ക് ഭയങ്കര ക്രേസാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ്. ഇത് ദുബായിൽ നിന്ന് വാങ്ങിച്ചൊരു ഫ്രിഡ്ജ് മാഗ്നറ്റാണിത്. ദുബായിൽ നിന്ന് കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഉണ്ടായി. നമ്മൾ പോയ മിക്ക സാധനങ്ങളുടെയും ഉള്ളതുകൊണ്ട് ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഇത് അബുദാബി പോയപ്പോൾ വാങ്ങിച്ചാണ് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. പിന്നെ ഇത് കാണാൻ പോയപ്പോൾ പാം ജുമേറ പോയപ്പോൾ ഉള്ളതാണ്. ഇത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിക് തന്നെയാണ് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഗ്രീൻ ലാൻഡിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. അതുപോലെ ഇത് അബുദാബി മോസ്കിൽ പോയപ്പോൾ വാങ്ങിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇതും പാം ജുമേറ പോയപ്പോൾ വാങ്ങിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇത് ഷാർജയിൽ നിന്ന് വാങ്ങിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇത് രണ്ടും ബുർജ് ഖലീഫയിൽ നിന്ന് വാങ്ങിച്ചാണ്. 2 ഫ്രിഡ്ജ് മാഗ്നറ്റും ബുർജ് ഖലീഫയിൽ നിന്ന് വാങ്ങിച്ചാണ്. ദുബായ് ഫ്രെയിം കാണാൻ പോയപ്പോൾ വാങ്ങിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇത് ദുബായിൽ നിന്ന് വാങ്ങിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇത് ഡെസേർട്ട് സഫാരിക്ക് പോയപ്പോൾ വാങ്ങിച്ചത്. ഇതും ദുബായിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണിത്. അതുപോലെ ജസ്റ്റ് ദുബായിൽ നിന്ന് എഴുതിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.